ഉത്ഥിതൻ അരികെ വരുന്നത് അനുഭവിക്കുന്ന ഏവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ്. യേശുനാഥൻ കടലിൻ്റെ മുകളിലൂടെ അവരുടെ അടുക്കലേക്ക് നടന്നു വരുന്നു. ഒന്നാമതായി ശിഷ്യന്മാർ കടല് കടക്കുമ്പോൾ കർത്താവായ യേശുനാഥൻ പ്രാർത്ഥിക്കുവാനായി മലമുകളിലേക്ക് പോകുന്നു. അവൻ അവരെ മറക്കുന്നില്ല. എന്നാൽ തൻ്റെ ഉയർന്ന നിലത്തുനിന്ന് മലമുകളിൽ നിന്ന് അവരുടെ ദുരവസ്ഥയിൽ സംരക്ഷണത്തിൻ്റെ ഒരു നേർക്കാഴ്ച ക്രിസ്തുനാഥൻ കരുതുന്നു. മറ്റൊരർത്ഥത്തിൽ ക്രിസ്തുനാഥൻ മലമുകളിലേക്ക് പ്രാർത്ഥിക്കുവാൻ പോയത് ശിഷ്യന്മാർക്ക് വേണ്ടിയായിരുന്നു, സർവ മാനവരാശിക്കും വേണ്ടിയായിരുന്നു. യേശുവിന് പിതാവായ ദൈവത്തോടുള്ള ബന്ധവും ആഴവുമായിരുന്നു മലമുകളിലെ അവൻ്റെ പ്രാർത്ഥനയും വിജനതകളിലെ അവൻ്റെ നിശബ്ദതയും. തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ തിരമാലകളോട് മല്ലിടുന്ന സമയമത്രയും യേശുവിൻ്റെ ദൃഷ്ടി അവരുടെ മേൽ തന്നെയായിരുന്നു എന്നതാണ് പരമപ്രധാനം. കർത്താവായ യേശുനാഥൻ്റെ ഹൃദയതുല്യമായ സ്നേഹത്തിൻ്റെ ഉള്ളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സംരക്ഷണത്തിൻ്റെ മുദ്രയാണ് നമ്മോടുള്ള കർത്താവിൻ്റെ കരുതൽ. എന്നാൽ നമ്മുടെ അതിജീവനത്തിനുള്ള പോരാട്ടത്തിൽ നാം ക്രിസ്തുവിനെ പലപ്പോഴും മറന്നു പോകുമ്പോഴും ക്രിസ്തു നമ്മെ മറക്കുന്നില്ല എന്ന സത്യമാണ് ക്രിസ്തു പ്രാർത്ഥനയുടെ പൊരുൾ. അഥവാ നാമൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ അസ്വസ്ഥതകളിൽ പ്രാർത്ഥിച്ച് മുന്നേറുമ്പോഴും മറന്നുപോകുന്ന ഏറ്റവും വലിയ സത്യവും സ്നേഹവും ക്രിസ്തു തന്നെയാണ് എന്നതാണ് പ്രാർത്ഥനയുടെ വൈപരീത്യം. രണ്ടാമതായി, ഉത്കണ്ഠയില്ലാത്ത ദൈവം ഉത്കണ്ഠപ്പെടുന്നത് നമ്മുടെ ഉത്കണ്ഠകളെ പ്രതിയാണ് എന്നതാണ് ക്രിസ്തു പ്രാർത്ഥനയുടെ പ്രത്യേകത. ശിഷ്യന്മാർ ഭയന്ന് നിലവിളിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതു ഞാൻ തന്നെയാണ്. നമ്മുടെ ഭയത്തെ ആശ്വസിപ്പിക്കുന്ന ക്രിസ്തുവിൻ്റെ ഈ വാക്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ദുഃഖത്തിൻ്റെ ഭയത്തിൻ്റെ നാളുകളിൽ നമ്മുടെ പ്രാർത്ഥനാ മന്ത്രമായി നിത്യം നാം കരുതേണ്ടതാണ്. ഭയപ്പെടേണ്ട, ഞാൻ തന്നെയാണ് നിൻ്റെ അരികെയുള്ള ദൈവം. വ്യത്യസ്തമായ നമ്മുടെ ജീവിതത്തിൻ്റെ ഭയപ്പാടുകളിൽ, ഉത്കണ്ഠകളിൽ അവൻ നമ്മോട് സംസാരിക്കുന്നുണ്ട്. ശിഷ്യന്മാർ അത് കേൾക്കുകയും പല അവസരങ്ങളിലും ക്രിസ്തുവിനെ ഓർക്കുകയും ചെയ്തു. അഥവാ അവരെ തന്നെ അവർ ഓർക്കുകയും തിരിച്ചറിയുകയും ചെയ്തു. ഇത് ഞാനാണ്, ഭയപ്പെടേണ്ട. ഈ വാക്കുകൾ യേശു നമ്മോട് എപ്പോഴും സംസാരിച്ചു കൊണ്ടേയിരിക്കുന്ന വാക്യമാണ്. യേശു ക്രിസ്തുവിന് നമ്മോടുള്ള ബന്ധം പിതാവായ ദൈവത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ പ്രാർത്ഥനാ മന്ത്രവും ഇതുതന്നെയാണ്. ഭയപ്പെടേണ്ട, നിങ്ങൾക്കു സമാധാനം. ഇത് ഉത്ഥിതൻ തൻ്റെ പ്രിയപ്പെട്ടവർക്ക് നൽകുന്ന ഏറ്റവും വലിയ പ്രാർത്ഥനയാണ്. മൂന്നാമതായി, ക്രിസ്തുനാഥൻ്റെ പ്രാർത്ഥനയോട് ചേർന്ന് നിൽക്കാതെ എന്തുകൊണ്ടാണ് ശിഷ്യന്മാർ മുന്നോട്ടു പോയത്? അഥവാ കടൽ കടക്കുവാൻ തോണിയിൽ അവർ യാത്ര തുടങ്ങിയത്? ജീവിതത്തിൽ കർത്താവിനെ കണക്കാക്കാതെ, ഓർക്കാതെ, കൂടെ നിർത്താതെ, കൂടെ നടക്കാതെ, നമ്മെ തന്നെ ആശ്രയിച്ച് എത്ര തവണയാണ് നാം നമ്മുടെ ജീവിതത്തിൽ ജീവിച്ചു പോയത് അഥവാ ജീവിക്കുന്നത്? ഞാൻ ചെയ്യുമ്പോൾ, എൻ്റേതായി ഞാൻ ചെയ്യുമ്പോൾ, എൻ്റേതായി ഞാൻ യാത്ര ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നതിന് നേർക്കാഴ്ചയാണ് ശിഷ്യന്മാരുടെ കടൽ യാത്രയിൽ സംഭവിക്കുന്നത്. എങ്കിലും
ആ സമയം സംഭവിക്കുന്ന യഥാർത്ഥ സത്യം യേശുനാഥൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം എന്നതാണ്. ഏറ്റവും ഒടുവിലായി പെസഹ സത്യമാണ്. യേശു തൻ്റെ നിഗൂഢ ശക്തിയാൽ കടൽ കടക്കുമ്പോൾ പെസഹ വീണ്ടും പ്രതിധ്വനിക്കുകയാണ് ചെയ്യുന്നത്. ശിഷ്യന്മാർ അവരുടെ യാത്രയിൽ വീണ്ടും തങ്ങളോടൊപ്പം വേണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചുറ്റുമുള്ള കൊടുങ്കാറ്റുകൾ ശമിക്കുകയും അവർ സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്ത് എത്തുകയും ചെയ്യുന്നു. എന്നോടൊപ്പം ഉണ്ടായിരിക്കാനും എനിക്ക് ചുറ്റുമുള്ള അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലുള്ള കൊടുങ്കാറ്റുകളെ നിയന്ത്രിക്കാനും ഞാൻ അവനോട് ആവശ്യപ്പെടുന്നു. അവിടെ കർത്താവിൻ്റെ പ്രാർത്ഥന എനിക്ക് ശക്തിയും ശാന്തിയും ആശ്വാസവുമാണ്. ശിഷ്യന്മാർ പലപ്പോഴും യേശുവിനോടൊപ്പം ഈ യാത്ര നടത്തിയിരുന്നു. ഇപ്പോൾ പ്രക്ഷുബ്ധമായ കടലിലൂടെ സ്വന്തമായി യാത്ര ചെയ്യുമ്പോൾ യേശു ഇപ്പോഴും തങ്ങളോടൊപ്പം ഉണ്ട് എന്ന് അവർ മനസ്സിലാക്കി. അഥവാ യേശു എപ്പോഴും തങ്ങളോടൊപ്പമുണ്ട് എന്ന് അവർ മനസ്സിലാക്കി. അവൻ്റെ കരുതൽ അവർ അനുഭവിച്ചു. തങ്ങൾ ഒരിക്കലും തനിച്ചല്ലെന്ന് അവർ ഓർമ്മിക്കുന്നു, അനുഭവിക്കുന്നു. പ്രത്യേകിച്ച് പോരാട്ടത്തിൻ്റെയോ വഴിതെറ്റലിൻ്റെയോ സമയങ്ങളിൽ ക്രിസ്തു നമ്മുടെ അരികെയുണ്ട് എന്ന ബോധ്യം ഉണ്ടാവുകയും ക്രിസ്തുവിലേക്ക് നോക്കുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം ശാന്തത അനുഭവിക്കും. പ്രിയരെ, അരികെയുള്ള യേശുവിനെ ബോധ്യപ്പെടുന്നതാണ് ജീവിത പ്രതിസന്ധികളിലുള്ള ഏറ്റവും വലിയ മറുമരുന്ന്. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.